afternoon. Good afternoon, ma'am. Good afternoon, ma'am. Good afternoon. Good afternoon, ma'am. ആരാ പറയാതെ പാടുന്നത്? ആരാ പറയാ പറഞ്ഞത്? ആരാ പറയാറ്? ആരുമില്ലെങ്കിൽ ഞാൻ ചെയ്യാം. ഓക്കെ, ആതിര ചെയ്തോളൂ. രൂപിയായ ദൈവമേ നിനക്കു വന്ദനം, നിരൂപിയായ ദൈവമേ നിനക്കു വന്ദനം, നന്മരൂപിയായ ദൈവമേ നിനക്കു വന്ദനം, നിരൂപിയായ ദൈവമേ നിനക്കു വന്ദനം. ബുദ്ധിയും വിശുദ്ധിയും സ്വഭാവശുദ്ധിയും സദാ ഭക്തിയും വിവേകവും തരേണമേ. ബുദ്ധിയും വിശുദ്ധിയും സ്വഭാവശുദ്ധിയും സദാ ഭക്തിയും വിവേകവും തരേണമേ. നന്മരൂപിയായ ദൈവമേ നിനക്കു വന്ദനം, സ്നേഹരൂപിയായ ദൈവമേ നിനക്കു വന്ദനം. ഈ കലാലയം നിനക്കു നിത്യവും വസിച്ചിടാൻ എത്രയും മനോജ്ഞമാം സദാനമായി വസിക്കണം. ഈ കലാലയം നിനക്കു നിത്യവും വസിച്ചിടാൻ എത്രയും മനോജ്ഞമാം സദാനമായി വസിക്കണം. നന്മരൂപിയായ ദൈവമേ നിനക്കു വന്ദനം, സ്നേഹരൂപിയായ ദൈവമേ നിനക്കു വന്ദനം, നന്മരൂപിയായ ദൈവമേ നിനക്കു വന്ദനം, സ്നേഹരൂപിയായ ദൈവമേ നിനക്കു വന്ദനം. Okay, let's just sign in. Good afternoon, all. First of all, I would like to welcome our teacher, Melrose ma'am, to the class session. I especially welcome all of you. Thank you for joining us here today's class. Get ready for a memorable time and a great experience. Okay, thought ആരാ? Thought? ഞാൻ പറയാം സർ. A little effort today leads to big wins tomorrow. ഇന്ന് ചെറുതായി ശ്രമിച്ചാൽ നാളെ വലിയ വിജയങ്ങൾ ലഭിക്കും. ഓക്കെ, ഈ സെമിനാർ സെക്ഷൻ ആണല്ലേ? ഗുഡ് ആഫ്റ്റർനൂൺ മിസ്. മിസ്സേ, ആദ്യം തന്നെ ഒരു സോറി പറയാം. ഇന്ന് ഞങ്ങൾ ചെയ്യേണ്ടത് റേഡിയേഷൻ പ്രൊഡക്ഷൻ ആയിരുന്നു. അപ്പൊ ഞങ്ങളുടെ കൂട്ടത്തിലുള്ള സുജി ഇന്ന് കയറാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞു. അതുകൊണ്ട് ഞങ്ങൾക്ക് ഇന്ന് ചെയ്യാൻ പറ്റത്തില്ല. കുഴപ്പമില്ല, ബാക്കിയുള്ളവർ ചെയ്യാൻ നോക്കൂ. അങ്ങനെയല്ലേ വേണ്ടത്. അപ്പൊ സുജി എഴുതിയത് പറയേണ്ടത് സുജിയുടെ കയ്യിലാണ്. അപ്പൊ ഞങ്ങൾക്ക് അത് അയച്ചു തന്നില്ല. അതിന്റെ മലയാളം മീനിങ്ങും അറിയത്തില്ല. അതുകൊണ്ട് ഞങ്ങൾ നോക്കില്ല. ഇന്ന് കുറച്ച് മുമ്പേ പറഞ്ഞത് കേറാൻ പറ്റത്തില്ല എന്ന്. നേരത്തെ അറിഞ്ഞില്ലായിരുന്നു. അതുകൊണ്ട് ബാക്കിയുള്ള ഗ്രൂപ്പോ? ലാസ്റ്റ് ഗ്രൂപ്പ് റെഡിയാ മിസ്സേ. ഓക്കെ ആണോ? ലാസ്റ്റ് ഗ്രൂപ്പ് ഇട്ടോളൂ കേട്ടോ. എന്നിട്ട് നെക്സ്റ്റ് ക്ലാസ്സിൽ അടുത്ത ഗ്രൂപ്പ് എടുക്കാം. സ്റ്റാർട്ട് ചെയ്തോളൂ കേട്ടോ. മിസ്സസ് സ്ക്രീൻ ഒന്ന് ഷെയർ ചെയ്തോട്ടെ. ചെയ്തോളൂ.
തുടങ്ങട്ടെ മിസ്സേ? സ്റ്റാർട്ട് ചെയ്തോളൂ കേട്ടോ. Good afternoon, all. Our seminar topic is Major Global Environmental Threats, presented by Reshma Rajesh, Reshmi RS, Shahana, Silsha KS. Contents: Introduction, Depletion of Ozone Layer, Greenhouse Effect and Global Warming, Deforestation, Soil Erosion, Desertification and Drought, Pollution, Acid Precipitation or Rain, Toxic Waste Disposal, Resource Depletion, Energy Crisis, Biological Weapon Research and Nuclear Arms Race, Conquering of the Outer Space, Solutions, Conclusion and References. Introduction. Make no mistake, our planet is under attack. It has been over since the dawn of so-called civilization, when man made the transition from hunter-gatherer to industrial polluter. Only now are politicians and corporations the world over begin to listen to the cries for prudence and thought for future generation from activists everywhere. Of course, although we are threatening the Earth's atmosphere, there is really no long-term danger to the planet itself. Rather, the danger is that we will render it unable to sustain human life, meaning that we as a species die out, while the planet continues on oblivious to our short destructive presence on its surface. ശരിക്കും നമ്മുടെ ഇനിയൊരു തെറ്റുകളും ഉണ്ടാകാതെ ഇരിക്കട്ടെ, നമ്മുടെ ഭൂമി അപകടാവസ്ഥയിലാണ്. മനുഷ്യൻ ആദ്യകാലത്ത് വേട്ടയാടി നടന്നതിൽ നിന്നും ആധുനിക കാലത്തിലേക്ക്, വ്യവസായ നാഗരികതയിലേക്ക് എത്തിയ കാലം മുതൽ തന്നെ മലിനീകരണം എന്ന വിപത്ത് നമ്മുടെ കൂടെ തന്നെ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ നമ്മൾ ഉൾപ്പെടുന്ന ലോകജനതയും രാഷ്ട്രീയക്കാരും കോർപ്പറേറ്റുകളും എല്ലാം ഈ ഭാവി തലമുറയ്ക്ക് വേണ്ടി നമ്മുടെ പരിസ്ഥിതിയെ സംരക്ഷിക്കണം എന്നുള്ള പരിസ്ഥിതി പ്രവർത്തകരുടെയും ആക്ടിവിസ്റ്റുകളുടെയൊക്കെ അവർ പറയുന്നതിന്, അവരുടെ മുറവിളികൾക്കും ഒക്കെ ചെവി കൊടുക്കാൻ തുടങ്ങിയത് ഈ അടുത്ത കാലത്ത് മാത്രമാണ്. അന്തരീക്ഷ മലിനീകരണം മൂലം നമ്മുടെ ഭൂമി എന്നുള്ള ആ ഒരു ഗ്രഹം തന്നെ നശിക്കുക എന്നതിലുപരി ഇവിടെ ജീവിക്കുന്ന ജീവവർഗം തന്നെ വിനാശത്തിലേക്ക് പോവുകയാണ്. Environmental issues results from a combination of natural causes and human impact. While the Earth ecosystem are designed to handle certain amounts of natural disturbances such as forest fire and floods, human activities can create circumstances in which they happen with greater influence or intensity. ശരിക്കും നമ്മുടെ എക്കോസിസ്റ്റം ഡിസൈൻ ചെയ്തിരിക്കുന്നത് എൻവയോൺമെന്റൽ ഇഷ്യൂസ് നാച്ചുറൽ ആയിട്ടും മാൻമെയ്ഡ് ആയിട്ടും ഉണ്ടാവാം. ശരിക്കും നമ്മുടെ എക്കോസിസ്റ്റം ഡിസൈൻ ചെയ്തിരിക്കുന്നത് വെച്ചാൽ നാച്ചുറൽ ആയിട്ടുണ്ടാകുന്ന ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ നമ്മുടെ ഭൂമിക്ക് തന്നെ അത് മാനേജ് ചെയ്ത് അത് ഓവർകം ചെയ്യാൻ പറ്റും. അതായത് ചെറിയ കാട്ടുതീയോ ചെറിയ വെള്ളപ്പൊക്കമോ അങ്ങനെയൊക്കെ നാച്ചുറൽ ആയിട്ട് ഉണ്ടാവുന്നതൊക്കെ മനുഷ്യനുണ്ടാവുന്നതിന് മുമ്പും ഇങ്ങനത്തെ ചെറിയ ചെറിയ ഡിസാസ്റ്റർ ഒക്കെ ഉണ്ടായിട്ടുണ്ട്, നമ്മൾക്ക് അറിയാം. അപ്പോൾ അങ്ങനെ ചെറിയ രീതിയിൽ എന്തെങ്കിലുമൊക്കെ നാച്ചുറൽ ഡിസ്റ്റർബൻസസ് ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിലും അതിനെ ഓവർകം ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് നമ്മുടെ എർത്തിന്റെ എക്കോസിസ്റ്റം ഡിസൈൻ ചെയ്തിരിക്കുന്നത്. പക്ഷേ നമ്മുടെ ഹ്യൂമൻ ആക്ടിവിറ്റീസ്, അതായത് മനുഷ്യന്റെ പ്രവർത്തികൾ ഇത്തരം ഡിസാസ്റ്ററുകൾ, ഇത്തരം നാച്ചുറൽ ഡിസ്റ്റർബൻസസിന്റെ ഇന്റൻസിറ്റിയും ഫ്രീക്വൻസിയും കൂട്ടുന്നതിലൂടെ അത് നമ്മുടെ പരിസ്ഥിതിക്ക് ദോഷകരമായിട്ട് വരികയാണ് ചെയ്യുന്നത്. മേജർ എൻവയോൺമെന്റൽ ത്രെറ്റ്സ് ഇൻക്ലൂഡ് ക്ലൈമറ്റ് ചേഞ്ച്, പൊല്യൂഷൻ, air, water, soil, deforestation, loss of biodiversity and resource depletion. These are interconnected issues with far-reaching consequences for ecosystems and human well-being. നമ്മുടെ എക്കോസിസ്റ്റത്തിനും ഹ്യൂമൻ വെൽബീയിങ്ങിനും ഒക്കെ ദോഷകരമായിട്ടുള്ള ഈ എൻവയോൺമെന്റൽ ത്രെറ്റ്സ് എന്ന് പറയുന്നത് ക്ലൈമറ്റ് ചേഞ്ച് ഉണ്ട്, പൊല്യൂഷൻസ് ഉണ്ട്. ക്ലൈമറ്റ് ചേഞ്ച് കാലാവസ്ഥാ വ്യതിയാനം, പൊല്യൂഷനിൽ തന്നെ നമ്മളിപ്പോൾ കേട്ടിട്ടുണ്ട്, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കേട്ടു, എയർ, വാട്ടർ, സോയിൽ പൊല്യൂഷൻസ്, ഡീഫോറസ്റ്റേഷൻ അതായത് വനനശീകരണം, ലോസ് ഓഫ് ബയോഡൈവേഴ്സിറ്റി നമ്മുടെ ജൈവ വൈവിധ്യത്തിന്റെ നാശം, പിന്നെ റിസോഴ്സ് ഡിപ്ലീഷൻ ഊർജ സ്രോതസ്സുകളുടെ നാശം. ഇതൊക്കെയാണ് മെയിൻ ആയിട്ടും വരുന്ന എൻവയോൺമെന്റൽ ത്രെറ്റ്സ് എന്ന് പറഞ്ഞാൽ. ഈ ഓരോ എൻവയോൺമെന്റൽ ത്രെറ്റ്സും പരസ്പരം ഇന്റർ കണക്റ്റഡുമാണ്. ഫസ്റ്റ് വൺ, depletion of ozone layer. The ozone layer is a region in the Earth's stratosphere that contains high concentration of ozone and protect the Earth from the harmful ultraviolet radiation of the sun. The ozone layer is mainly found in the lower portion of Earth's atmosphere. It has the potential to absorb about 97 to 99% of harmful ultraviolet radiations coming from the sun that can damage life on Earth. If ozone layer was absent, millions of people would develop skin diseases and may have weakened immune system. ഓസോൺ ലെയർ എന്താണെന്ന് നമ്മൾക്ക് സ്കൂൾ ലെവലിൽ തൊട്ടേ കേട്ടിട്ടുണ്ട്. ഓസോൺ ലെയർ എന്ന് പറയുന്നത് എർത്തിന്റെ അറ്റ്മോസ്ഫിയറിൽ സ്ട്രാറ്റോസ്ഫിയറിൽ
ഒരു റീജിയൻ ആണ്. ഓസോൺ മോളിക്യൂൾസ് കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്ന ഒരു റീജിയൻ ആണ് ഓസോൺ ലെയർ എന്ന് പറയുന്നത്. ഈ ഓസോൺ ലെയറിന്റെ ഡ്യൂട്ടി എന്താന്ന് വെച്ചാൽ നമ്മുടെ സൂര്യനിൽ നിന്ന് വരുന്ന ഹാംഫുൾ ആയിട്ടുള്ള അൾട്രാവയലറ്റ് റേഡിയേഷൻസ് ഭൂമിയിലെത്താതെ അതിനെ അബ്സോർബ് ചെയ്യുക എന്നുള്ളതാണ് ഓസോൺ ലെയറിന്റെ ഡ്യൂട്ടി എന്ന് പറയുന്നത്. അപ്പൊ സൂര്യനിൽ നിന്ന് വരുന്ന ഈ ഹാംഫുൾ ആയിട്ടുള്ള അൾട്രാവയലറ്റ് റേഡിയേഷൻസിന്റെ ഏകദേശം 97 മുതൽ 99 97 to 99% ഹാംഫുൾ അൾട്രാവയലറ്റ് റേഡിയേഷൻസിനെയും ഈ ഓസോൺ ലെയർ അബ്സോർബ് ചെയ്യും. അപ്പോൾ ഇപ്പൊ ഓസോൺ ലെയർ ഇല്ലായിരുന്നുണ്ടെങ്കിൽ എന്താ സംഭവിക്കുക? ഈ സൂര്യനിൽ നിന്ന് വരുന്ന ഈ ഹാംഫുൾ ആയിട്ടുള്ള അൾട്രാവയലറ്റ് റേഡിയേഷൻസ് എല്ലാം ഡയറക്റ്റ് ഭൂമിയിലേക്ക് വരികയും, അപ്പൊ ഈ അൾട്രാവയലറ്റ് റേഡിയേഷൻസ് വരുമ്പോൾ എന്താ സംഭവിക്കുന്നത്? നമുക്ക് പലതരത്തിലുള്ള അസുഖങ്ങൾ ഉണ്ടാവും. നമുക്ക് സ്കിൻ ഡിസീസസുകളും ഇമ്മ്യൂൺ സിസ്റ്റത്തിന്റെ വീക്കായിട്ടുള്ള ഇമ്മ്യൂൺ സിസ്റ്റം, അങ്ങനെ പല രീതിയിലുള്ള നമുക്ക് അസുഖങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ടായിരുന്നു. അപ്പൊ അതിൽ നിന്നെല്ലാം നമ്മളെ പ്രൊട്ടക്ട് ചെയ്യുന്നത് ഈ ഓസോൺ ലെയർ ആണ്. However, scientists have discovered a hole in ozone layer over Antarctica. പക്ഷെ ഇപ്പോ നമ്മുടെ സയന്റിസ്റ്റുകൾ അന്റാർട്ടിക്കയില് ഓസോൺ ലെയറിന് അകത്ത് ഹോള് വീണതായിട്ട് കണ്ടെത്തിയിട്ടുണ്ട്. This has focused their concern on various environmental issues and steps to control them. The main reason for ozone holes are chlorofluorocarbons, carbon tetrachloride, മീഥൈൽ ബ്രോമൈഡ് ആൻഡ് ഹൈഡ്രോക്ലോറോഫ്ലൂറോകാർബൺസ്. അപ്പോൾ പലതരത്തിലുള്ള പരിസ്ഥിതി പ്രശ്നങ്ങൾ മൂലമാണ് ഇപ്പൊ ഈ ഓസോൺ ലെയറിൽ ഹോള് വീഴാൻ കാരണം. അപ്പൊ അത് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ഓരോ പ്രവർത്തനങ്ങൾ തുടങ്ങിയിട്ടുണ്ട്. ഓസോൺ ലെയറിൽ ഹോള് വീഴാനുള്ള മെയിൻ കാരണങ്ങൾ എന്ന് പറഞ്ഞാൽ കെമിക്കൽ കോമ്പൗണ്ട്സ് ആയിട്ടുള്ള ക്ലോറോഫ്ലൂറോകാർബണ്, കാർബൺ ടെട്രാക്ലോറൈഡ്, മീഥൈൽ ബ്രോമൈഡ്, ഹൈഡ്രോക്ലോറോഫ്ലൂറോകാർബൺ എന്നുള്ള കെമിക്കൽ കോമ്പൗണ്ട്സ് ഒക്കെയാണ് ഓസോൺ ലെയറിൽ ഹോള് വീഴാനുള്ള മെയിൻ റീസൺ എന്ന് പറയുന്നത്. ഇപ്പൊ ഈ പിക്ചർ ഒരു ഓസോൺ ലെയർ ഡിപ്ലീഷന്റെ ഒരു സിംബോളിക് റെപ്രസെന്റേഷനാണ് കാണിച്ചേക്കുന്നത്. അപ്പൊ അതിനകത്ത് നോക്കി നമുക്ക് എർത്ത് കാണാം. ആ യെല്ലോ ഷെയ്ഡ് ചെയ്തേക്കുന്നത് ഓസോൺ ലെയർ ആയിട്ടാണ് കാണിച്ചേക്കുന്നത്. അപ്പൊ നോക്കി സണ്ണിൽ നിന്ന് ഹാംഫുൾ ആയിട്ടുള്ള അൾട്രാവയലറ്റ് റേഡിയേഷൻസ് വരുമ്പോൾ ഓസോൺ ലെയർ അത് റിഫ്ലക്ട് ചെയ്ത് ബാക്ക് ഭൂമിയിലേക്ക് വരാതെ അതിനെ അബ്സോർബ് ചെയ്ത് കളയുന്നതായിട്ടാണ് പിക്ചർ കാണിച്ചേക്കുന്നത്. അപ്പൊ ഓറഞ്ച് ഷെയ്ഡ് ചെയ്തേക്കുന്ന പാർട്ടാണ് ഓസോൺ ലെയറിൽ ഹോള് വീണതായിട്ട് കാണിച്ചേക്കുന്നത്. അപ്പൊ ആ ഹോളിൽ കൂടി എന്താ സംഭവിക്കുന്നത്? ഹാംഫുൾ ആയിട്ടുള്ള അൾട്രാവയലറ്റ് റേഡിയേഷൻസ് ഭൂമിയിലേക്ക് വരുന്നതായിട്ടാണ് ഈ പിക്ചറിൽ കാണിച്ചിരിക്കുന്നത്. Ozone layer depletion is the major concern and is associated with number of factors. The main cause responsible for depletion of the ozone layers are listed below. First one, chlorofluorocarbons. Chlorofluorocarbons or CFCs are the main cause of ozone layer depletion. These are released by solvents, spray aerosols, refrigerators, air conditioners, etc. The molecules of chlorofluorocarbon in the stratosphere are broken down by ultraviolet radiations and release chlorine atoms. These atoms react with ozone and destroy it. നമ്മുടെ ഓസോൺ ലെയർ ഡിപ്ലീഷന്റെ ഒരു മെയിൻ കാരണമായിട്ട് പറയുന്ന ഒരു കെമിക്കൽ കോമ്പൗണ്ട് ആണ് ക്ലോറോഫ്ലൂറോകാർബൺ എന്ന് പറയുന്നത്. ഈ ക്ലോറോഫ്ലൂറോകാർബൺ നമ്മുടെ അന്തരീക്ഷത്തിലേക്ക് എവിടുന്നാണ് വരുന്നതെന്ന് വെച്ചാൽ സോൾവെന്റിൽ നിന്നും, സ്പ്രേ എയറോസോളിൽ നിന്നൂടെയും, നമ്മുടെ റെഫ്രിജറേറ്ററിൽ നിന്നും, എയർ കണ്ടീഷണറിൽ നിന്നും ഒക്കെയാണ് ക്ലോറോഫ്ലൂറോകാർബൺ അന്തരീക്ഷത്തിൽ എത്തുന്നത്. ഈ ക്ലോറോഫ്ലൂറോകാർബൺ നമ്മുടെ സ്ട്രാറ്റോസ്ഫിയറിൽ എത്തുമ്പോൾ അൾട്രാവയലറ്റ് റേഡിയേഷൻസുമായിട്ട് റിയാക്ട് ചെയ്ത് ക്ലോറിൻ ആറ്റം റിലീസ് ചെയ്യുകയും ഈ ക്ലോറിൻ ആറ്റം ആണ് ഓസോൺ ലെയറിൽ ഹോള് വീഴ്ത്തുകയും ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ഓസോൺ ലെയറിൽ ഹോള് വീഴ്ത്താനുള്ള ഒരു മെയിൻ കോമ്പൗണ്ട് ആണ് ക്ലോറോഫ്ലൂറോകാർബൺ എന്ന് പറയുന്നത്. സ്പ്രേയിൽ നിന്നും, സോൾവെന്റ്സിൽ നിന്നും, റെഫ്രിജറേറ്ററിൽ നിന്നും, AC-യിൽ നിന്നും ഒക്കെയാണ് ക്ലോറോഫ്ലൂറോകാർബൺ മെയിൻ ആയിട്ടും നമ്മുടെ അറ്റ്മോസ്ഫിയറിലേക്ക് എത്തുന്നത്. Second one, unregulated rocket launches. Researchers says that unregulated rocket launches results in much more depletion of ozone layer than CFCs do. നമ്മുടെ നിയന്ത്രിതമല്ലാത്ത റോക്കറ്റ് ലോഞ്ച് ചെയ്യുമ്പോൾ ഈ കെമിക്കൽസ് എമിറ്റ് ചെയ്യുന്നതിലൂടെയും ആ കെമിക്കൽസ് മൂലവും നമ്മുടെ ഓസോൺ ലെയറിൽ ഹോൾസ് വീഴുന്നുണ്ടെന്നാണ് ഇപ്പൊ പുതിയ കണ്ടെത്തൽ പറയുന്നത്. നൈട്രോജീനസ് കോമ്പൗണ്ട്സ് such as NO2, NO, N2O are highly responsible for the depletion of ozone layer. നൈട്രജൻ കോമ്പൗണ്ട്സ് ആയ നൈട്രിക് ഓക്സൈഡ്, നൈട്രജൻ ഓക്സൈഡ്, നൈട്രസ് ഓക്സൈഡ്, ഈ നൈട്രജൻ സംയുക്തങ്ങൾ, നൈട്രജൻ കോമ്പൗണ്ട്സും ഓസോൺ ലെയറിൽ ഹോള് വീഴാൻ കാരണമാവുന്നുണ്ട്. നാച്ചുറൽ കോസസ്. ദ ഓസോൺ ലെയർ ഹാസ് ബീൻ ഫൗണ്ട് ടു ബി ഡിപ്ലീറ്റഡ് ബൈ സർട്ടൻ നാച്ചുറൽ പ്രോസസ് സച്ച് ആസ് സൺസ്പോട്സ് ആൻഡ് സ്ട്രാറ്റോസ്ഫെറിക് വിൻഡ്സ്, ബട്ട് ഇറ്റ് ഡസ് നോട്ട് കോസ് മോർ ദാൻ 1 or 2% of ozone layer depletion. The volcanic eruptions are also responsible for the depletion of ozone layer. നമ്മൾ നേരത്തെ പറഞ്ഞു, നമുക്ക് ഈ എൻവയോൺമെന്റൽ ത്രെഡ്സിൽ, എൻവയോൺമെന്റിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളെല്ലാം ഒരു
പരിധിവരെ നാച്ചുറൽ ആയിട്ടും മാൻമെയ്ഡ് ആയിട്ടും ഉണ്ടാവുന്നു. അപ്പൊ ഈ ഓസോൺ ലെയർ ഡിപ്ലീഷനും നാച്ചുറൽ ആയിട്ടും ഉണ്ടാവാം. നാച്ചുറൽ ആയിട്ട് ഉണ്ടാവുന്നത് പക്ഷേ മൊത്തത്തിൽ ആകെ ടോട്ടലായിട്ട് ഉണ്ടാകുന്നതിന്റെ ഏകദേശം 1%, 2% മാത്രമാണ് നാച്ചുറൽ ആയിട്ട് നമുക്ക് ഓസോൺ ലെയർ ഡിപ്ലീഷൻ ഉണ്ടാവുന്നത്. ഇപ്പൊ നാച്ചുറൽ ആയിട്ട് ഓസോൺ ലെയർ ഡിപ്ലീഷൻ ഉണ്ടാവുന്ന കാരണം സൺസ്പോട്ടുകൾ മൂലം ഓസോൺ ലെയർ ഡിപ്ലീഷൻ ഉണ്ടാവാം, സ്ട്രാറ്റോസ്ഫെറിക് വിൻഡ് മൂലം ഉണ്ടാകാം, പിന്നെ അഗ്നിപർവ്വത സ്ഫോടനങ്ങൾ മൂലം ഉണ്ടാകാം. ഈ സൺസ്പോട്ട് എന്ന് പറഞ്ഞാല് നമുക്കത് വേണ്ട എങ്കിലും ഞാൻ പറയാം. സൺസ്പോട്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് സൂര്യനെ കാണുമ്പോൾ നമ്മൾ മൊത്തത്തിൽ സൂര്യനെ പ്രകാശമായിട്ടാണ് കാണുന്നത്. പക്ഷേ ആ സൂര്യന്റെ നമ്മൾ കാണുന്ന പ്രകാശപരമായിട്ടുള്ള ആ ഭാഗത്ത് ചില ഭാഗങ്ങളിൽ ഇരുണ്ട ഭാഗങ്ങളായിട്ടുണ്ട്, ഡാർക്കൻ സ്പേസ് ആയിട്ടുണ്ട്. ആ ഭാഗങ്ങളിൽ എന്ന് പറഞ്ഞാൽ ടെമ്പറേച്ചർ വളരെ കുറവായിരിക്കും സൂര്യനിൽ. പക്ഷെ ടെമ്പറേച്ചർ കുറവാണെങ്കിലും ആ ഭാഗങ്ങളിൽ മാഗ്നറ്റിക് ഫോഴ്സ് ഭയങ്കര കൂടുതലായിരിക്കും. അപ്പൊ അത്രയും മാഗ്നറ്റിക് ഫോഴ്സ് കൂടുതലാകുമ്പോൾ അത് നമ്മുടെ ഭൂമിയിലെ നമ്മുടെ ടെക്നിക്കുകളെയും നമ്മുടെ ഭൂമിയിൽ വിപരീതമായിട്ട് നമുക്ക് ആ മാഗ്നറ്റിക് ഫോഴ്സ് ഭൂമിയിലേക്ക് അഫക്റ്റ് ചെയ്യാൻ സാധ്യതയുണ്ട്. അപ്പൊ അതുമൂലം ഓസോൺ ലെയറിലെ ഡിപ്ലീഷൻ ഉണ്ടാവാം. പിന്നെ അന്തരീക്ഷത്തിലെ സ്ട്രാറ്റോസ്ഫിയറിൽ ഉണ്ടാകുന്ന വിൻഡ് മൂലം ഓസോൺ ലെയറിൽ ഡിപ്ലീഷൻ ഉണ്ടാവാം. പിന്നെ അഗ്നിപർവ്വത സ്ഫോടനങ്ങൾ മൂലം ഉണ്ടാവാം. ഇതൊക്കെയാണ് ഓസോൺ ലെയർ ഡിപ്ലീഷന്റെ നാച്ചുറൽ കോസസ്. പക്ഷെ ഈ നാച്ചുറൽ കോസ് എന്ന് പറഞ്ഞാൽ ടോട്ടൽ ഓസോൺ ലെയർ ഡിപ്ലീഷന്റെ ഏകദേശം 1%, 2% മാത്രമാണ്. ബാക്കി മുഴുവൻ നമ്മുടെ മനുഷ്യരുടെ പ്രവർത്തികൾ മൂലം ക്ലോറോ ഫ്ലൂറോ കാർബൺ വഴിയും നൈട്രജനസ് കോമ്പൗണ്ട് വഴിയും അല്ലെങ്കിൽ റോക്കറ്റ് ലോഞ്ചസ് വഴിയൊക്കെയാണ് ഓസോൺ ലെയർ ഡിപ്ലീഷൻ ഉണ്ടാകുന്നത്. അപ്പൊ ഓസോൺ ലെയർ ഡിപ്ലീഷനെ പറ്റി മനസ്സിലായോ? ക്വസ്റ്റ്യൻസ് ചോദിക്കട്ടെ? ചോദിച്ചോളൂ. എന്താണ് ഓസോൺ ലെയർ? ഓസോൺ ലെയർ എന്ന് എല്ലാവർക്കും മനസ്സിലായത് എന്താ? ഓസോൺ ലെയർ എന്ന് പറഞ്ഞാൽ എന്താണ്? സൂര്യനിൽ നിന്ന് വരുന്ന ഹാർംഫുൾ ആയ അൾട്രാവയലറ്റ് റേഡിയേഷൻ ഭൂമിയിൽ എത്താതെ നോക്കുന്ന ശരിയാണോ? അത് എവിടെയാ കാണപ്പെടുന്നത്? നമ്മുടെ അറ്റ്മോസ്ഫിയറിന്റെ ഏറ്റവും ലോവർ പോർഷനിൽ. ശരി, ആണ്. ഓസോൺ ലെയർ ഡിപ്ലീഷന്റെ മെയിൻ കാരണങ്ങൾ എന്തൊക്കെയാ? മീഥൈൽ ബ്രോമൈഡ്, ഹൈഡ്രോക്ലോറോഫ്ലൂറോകാർബൺസ്, അതേപോലെ നാച്ചുറൽ ആയിട്ട് സംഭവിക്കുന്ന സ്ട്രാറ്റോസ്ഫെറിക് വിൻഡ്സ്, വോൾക്കാനിക് എറപ്ഷൻസ്. ക്ലോറോ ഫ്ലൂറോ കാർബൺ മെയിൻ ആയിട്ട് നമ്മുടെ അന്തരീക്ഷത്തിൽ എത്തുന്നത് എങ്ങനെയാ? അറ്റ്മോസ്ഫിയറിൽ എത്തുന്നത് എങ്ങനെയാ? ഏതൊക്കെ സോഴ്സിൽ കൂടെയാ? റെഫ്രിജറേറ്റർ, അതേപോലെ AC. ഓക്കെ. അപ്പൊ ആദ്യമായിട്ട് നമ്മുടെ സയന്റിസ്റ്റുകള് ഓസോണിന്റെ ഓസോണിൽ ഡിപ്ലീഷൻ കണ്ടത് ഏത് പാർട്ടിലാ? അന്റാർട്ടിക്കയിലാണ് ആദ്യമായിട്ട് ഓസോണില് നമ്മൾ ഹോള് കണ്ടുപിടിച്ചത്. ഓക്കെ മിസ്, താങ്ക് യു. Next topic. Good afternoon, Miss. Good afternoon, all. Myself, Silsha K. My topics are greenhouse effect and global warming, deforestation, soil erosion, and desertification and drought. First one is greenhouse effect and global warming. The greenhouse effect and global warming are one of the major problems that the world is facing today. What is greenhouse effect? It is the process which Earth has a higher temperature than it would have without it. The gases that radiate heat, also known as the greenhouse gases, absorb the energy radiated out by the Earth and reflect a part of it back to Earth. Of all the energy that the Earth receives from the Sun, a part of it, around 26%, is reflected back to space by the atmosphere and clouds. Some part of it is absorbed by the atmosphere, around 90%. The rest of hits the ground and heats the surface of Earth. This absorbed energy is radiated out of the Earth in the form of infrared waves. These IR waves warm the atmosphere above the Earth. The atmosphere again radiates its energy it received from the Earth both upwards and downwards. The energy sent downwards results in a higher equilibrium temperature than if a greenhouse gases were absent. This greenhouse effect is essential to supporting life on Earth. The greenhouse gases responsible for the greenhouse effects are water vapor, carbon dioxide, methane, ozone.
ഹരിതഗൃഹ പ്രഭാവം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സൂര്യനിൽ നിന്നുള്ള താപം അന്തരീക്ഷത്തിൽ കുടുങ്ങി ഭൂമിയുടെ താപനില ഉയർത്തുന്ന ഒരു പ്രതിഭാസമാണ്. ഹരിതഗൃഹ വാതകങ്ങൾ അന്തരീക്ഷത്തിൽ കൂടുതലായി ഉണ്ടാകുമ്പോൾ ഈ പ്രതിഭാസം വർദ്ധിക്കുകയും ആഗോളതാപനത്തിന് കാരണമാവുകയും ചെയ്യുന്നു. എങ്ങനെയാണ് ഹരിതഗൃഹ പ്രഭാവം പ്രവർത്തിക്കുന്നത് നമുക്ക് നോക്കാം. സൂര്യനിൽ നിന്നുള്ള ഊർജം ഭൂമിയിലേക്ക് എത്തുന്നു. ഭൂമിയുടെ ഉപരിതലത്തിൽ തട്ടി ഈ ഊർജം തിരികെ അന്തരീക്ഷത്തിലേക്ക് പ്രതിഫലിക്കുന്നു. ഹരിതഗൃഹ വാതകങ്ങളിൽ പ്രതിഫലിപ്പിക്കുന്ന ഊർജത്തെ ആഗിരണം ചെയ്യുകയും വീണ്ടും ഭൂമിയിലേക്ക് തന്നെ പ്രസരിപ്പിക്കുകയും ചെയ്യുന്നു. ഇത് ഭൂമിയുടെ താപനില ഉയർത്തുന്നു. ഇനി ഹരിതഗൃഹ വാതകങ്ങൾ: കാർബൺ ഡൈ ഓക്സൈഡ്, മീഥേൻ, നിട്രസ് ഓക്സൈഡ്, ജലനീരാവി. പ്രധാനമായും മനുഷ്യനിർമ്മിത പ്രവർത്തനങ്ങൾ കാരണമാണ് അന്തരീക്ഷത്തിലെ ഹരിതഗൃഹ വാതകങ്ങളുടെ അളവ് കൂടുന്നത്. ഫോസിൽ ഇന്ധനങ്ങൾ കത്തിക്കുന്നത് വഴി വനനശീകരണം, വ്യവസായങ്ങൾ തുടങ്ങിയവയൊക്കെ ഇതിന് കാരണമാകുന്നു. Next one is global warming. The excessive burning of fossil fuels such as petrol, coal, etc. have resulted in an increasing in the number of greenhouse gases in the atmosphere, resulting in a phenomena is known as a global warming. This is an increasing in the ambient term of Earth, which will negatively affect life on Earth. Global warming refers to the increasing temperature of the Earth's climate system and its related effects. Scientific evidence has conclusively proven that the Earth temperature is in fact rising and has risen by 0.85 degrees Celsius. This has an impact that has affected different regions differently. The effect include rising sea levels, retreating glaciers, loss of sea ice in the poles, warming global temperatures, changing precipitation, expansion of deserts, etc. This raises significant threat for humans, such as a food security from decreasing crop yields and submarines of a low-lying area due to the rising, etc. To prevent irreversible damage to delicate ecosystem on Earth, scientific has decided that global warming should be limited to a maximum of 2.0 degrees Celsius relative to pre-industrial levels. The greenhouse effects plays an important role in the rising temperature, and hence to restrict global warming, we need to limit the greenhouse effect and the gases emission that cause the greenhouse effect. അതായത് കാലാവസ്ഥയിൽ ഉണ്ടാകുന്ന കാര്യമായതും പതിറ്റാണ്ടുകളോ ദശലക്ഷക്കണക്കിനോ വർഷങ്ങൾ നീണ്ടു നിൽക്കുന്നതുമായ മാറ്റത്തെയാണ് കാലാവസ്ഥാ വ്യതിയാനം എന്ന് പറയുന്നത്. ശരാശരി കാലാവസ്ഥാ മാനകങ്ങളിലെ വ്യതിയാനമോ രൂക്ഷമായ സംഭവങ്ങൾ ഉണ്ടാകുന്ന തോതിലെ മാറ്റമോ ഇക്കൂട്ടത്തിൽ പെടുന്നു. സമുദ്രത്തിലെ പ്രതിഭാസങ്ങളിലെ മാറ്റങ്ങൾ, ജൈവജന്യമായ പ്രക്രിയകൾ, സൂര്യപ്രകാശത്തിലെ മാറ്റങ്ങൾ, പ്ലേറ്റ് ടെക്ടോണിക്സ്, അഗ്നിപർവ്വത സ്ഫോടനം, പ്രകൃതിയിലെ മനുഷ്യജന്യമായ മാറ്റങ്ങൾ എന്നിവ ഇതിന് കാരണമാണ്. നിലവിൽ ആഗോളതാപനത്തിനും കാലാവസ്ഥാ വ്യതിയാനത്തിനുമുള്ള പ്രധാന കാരണങ്ങൾ മനുഷ്യരുടെ ഇടപെടലുകളാണ്. ഇനി deforestation. Deforestation refers to the conversion of forest land to others uses like farms, ranches, or urban areas. It also includes forest degradation, where forests lose their capacity to provide important ecological services. Causes of deforestation: agriculture, logging, infrastructure development, mining. Agriculture. Expanding agriculture, including both crop production and livestock raising, is a primary driver. Logging. Harvesting trees for timber and other wood products is a major cause of deforestation. Infrastructure development, road construction, urbanization, and other infrastructure projects to lead the forest clearing. Mining activities can result in significant deforestation. Consequences of deforestation: loss of biodiversity, climate change, loss of biodiversity. Forests are home to vast array of plant and animal species. Deforestation leads to habitat loss and can drive species to extinction. Climate change. Forests play a crucial role in regulating the climate by absorbing carbon dioxide. Deforestation releases stored carbon into the atmosphere, contributing to greenhouse gas emission and accelerating climate change.
വനനശീകരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കാടോ മരങ്ങൾ നിൽക്കുന്ന പ്രദേശങ്ങളോ അല്ലെങ്കിൽ മരങ്ങളോ കാടുകളോ തന്നെ ഇല്ലാണ്ടാക്കിയിട്ട് അവയെ കൃഷിയിടങ്ങളാക്കി മാറ്റല്, കന്നുകാലി മേക്കല്, നഗരവൽക്കരണം തുടങ്ങി വനേതര ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കുന്ന പ്രക്രിയയാണ് വനനശീകരണം എന്ന് വിളിക്കുന്നത്. വനനശീകരണത്തിനുള്ള കാരണങ്ങൾ എന്താന്ന് വെച്ചാൽ കൃഷി വികസിപ്പിക്കല്, മരം മുറിക്കല്, ഖനനം, നഗരവൽക്കരണം, അന്തരീക്ഷത്തിലെ കാർബൺ ഡൈ ഓക്സൈഡിന്റെ അളവ് കൂടുന്നത്, വനത്തിലെ തീപിടുത്തം, കന്നുകാലി വളർത്തല്, ദാരിദ്ര്യം. വനനശീകരണം എന്ന് പറഞ്ഞാൽ പരിസ്ഥിതിക്ക് ദോഷകരമായ നിരവധി പ്രശ്നങ്ങൾക്ക് കാരണമാവും. ഇത് ആവാസ വ്യവസ്ഥയെ തകർക്കുകയും ജൈവവൈവിധ്യത്തിന് ഭീഷണിയാവുകയും ചെയ്യും. അതിനാൽ വനനശീകരണം തടയാൻ ആവശ്യമായ നടപടികൾ കൈക്കൊള്ളേണ്ടത് അത്യാവശ്യമാണ്. Soil erosion. Soil erosion is a natural process, but it can be accelerated by human activities like deforestation, overgrazing, and unsustainable farming practices. It is a form of soil degradation, meaning it reduces the quality and usefulness of the soil. Causes of soil erosion: water, wind, human activities. Water, rainwater runoff can detach and carry soil particles, leading to sheet erosion. Wind, strong winds can lift and transport dry soil particles. Human activities, deforestation, unsustainable farming practices, construction and mining. Effects of soil erosion: reduced agriculture productivity, water quality degradation, increased risk of landslide and floods. Reduced agriculture productivity എന്ന് പറഞ്ഞാൽ eroded topsoil losses its fertility, making it harder to grow crops. Water quality degradation: eroded soil can enter waterways, polluting them with sediments, nutrients, and other pollutants. Increased risk of landslide and floods. Soil erosion can destabilize slopes, increasing the risk of landslides and after affect water flow, potentially leading to floods. മണ്ണൊലിപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭൂമിയുടെ ഉപരിതലത്തിലെ ഫലഭൂയിഷ്ഠമായ മേൽമണ്ണ് ജലം കാറ്റ് തുടങ്ങി പ്രകൃതിദത്ത ശക്തികളാൽ ഒഴുകിക്കൊണ്ടു പോകുന്ന പ്രക്രിയയാണ്. ഇത് മണ്ണിനെ ഫലഭൂയിഷ്ഠത കുറയ്ക്കുകയും കൃഷി, പരിസ്ഥിതി എന്നിവയ്ക്ക് ദോഷകരമാവുകയും ചെയ്യും. മണ്ണൊലിപ്പിന്റെ പ്രധാന കാരണങ്ങൾ എന്ന് പറഞ്ഞാൽ മഴ, കാറ്റ്, കൃഷിരീതികൾ, വനനശീകരണം, ഭൂമിയുടെ ചെരിവ്, മനുഷ്യനിർമ്മിത കാരണങ്ങൾ. മണ്ണൊലിപ്പ് തടയാൻ സ്വീകരിക്കാവുന്ന മാർഗങ്ങൾ എന്ന് പറഞ്ഞാൽ വനവൽക്കരണം, കൃഷിരീതികള്, ജലസംരക്ഷണം, മണ്ണ് സംരക്ഷണ പ്രവർത്തനങ്ങൾ, അശാസ്ത്രീയമായ നിർമ്മാണ പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുക. Desertification and drought. Desertification is the process where fertilize and degrades and turns into acid desert-like areas. This degradation is caused by both natural process and human activities, including climate change, deforestation, overgrazing, and unsustainable agricultural practices. It is not just the expansion of existing desert, but the broader degradation of dryland ecosystem. A drought is a period of drier than normal condition. A drought can last for days, of months or years. Drought often has large impact on the ecosystem and agriculture of effect region and causes human to local economy. മരുഭൂമീകരണം എന്ന് പറഞ്ഞാൽ താരതമ്യേന വരണ്ട ഭൂഭാഗങ്ങൾ വേഗം തരിശാക്കപ്പെടുന്ന മണ്ണിനുണ്ടാകുന്ന ഒരുതരം ഘടനാമാറ്റത്തെയാണ് മരുഭൂമീകരണം എന്ന് പറയുന്നത്. ജലസാന്നിധ്യവും അതോടൊപ്പം സസ്യജാലങ്ങളും വന്യജീവി സമ്പത്തും നഷ്ടപ്പെടുന്നു. കാലാവസ്ഥാ മാറ്റം, മനുഷ്യന്റെ പ്രവൃത്തികൾ മൂലമുള്ള മണ്ണിന്റെ അമിതമായ ചൂഷണം മുതലായ വ്യത്യസ്തങ്ങളായ ഘടകങ്ങളാണ് ഇതിന് കാരണമാവുന്നത്. ഭൂമിയുടെ ജീവചക്രത്തിന്റെ ജീവമേഖലയിൽ മരുഭൂമികൾ സ്വാഭാവികമായി പ്രത്യക്ഷപ്പെടുമ്പോൾ ഇതിനെ ഒരു പ്രകൃതി പ്രതിഭാസം എന്ന് വിളിക്കാം. മണ്ണിന്റെ നിലനിൽപ്പിന് അത്യാവശ്യമായ പോഷക ഘടകങ്ങളുടെ ഇല്ലാതാക്കൽ മൂലം മരുഭൂമികൾ ഉണ്ടാകുന്നു. ഇതിന് കാരണം മനുഷ്യന്റെ അമിതമായ ചൂഷണമാണെന്നാണ് കാണാൻ സാധിക്കുന്നത്. മരുഭൂമീകരണം എന്നത് ആഗോളമായ ജൈവപരവും പരിസ്ഥിതിപരമായ ഒരു പ്രശ്നമാണ്. താങ്ക് യു. ക്വസ്റ്റ്യൻസ് ചോദിക്കട്ടെ മിസ്സേ? ഹലോ, ക്വസ്റ്റ്യൻസ് ചോദിക്കട്ടെ? What is the consequence of deforestation? Lost biodiversity.
What is global warming? Excessive burning of fossil fuels, increase in the number of greenhouse gases in the atmosphere, resulting global. Serious. Thank you, Miss. Thank you all. Okay. Next, Ara. Next ഞാനാണ് മാം. I am Shahana. Okay. Good afternoon all. I am talking about, first of all, I am talking about pollution. Pollution occurs when an amount of any substance or any form of energy is put into the environment at a rate faster than it can be dispersed or safely stored. എന്തെങ്കിലും പദാർത്ഥമോ ഏതെങ്കിലും തരത്തിലുള്ള ഊർജമോ സുരക്ഷിതമായി നമുക്ക് സംഭരിക്കാനോ വിതരണം ചെയ്യാനോ കഴിയുന്നതിനേക്കാൾ വേഗത്തിൽ പരിസ്ഥിതിയിലേക്ക് പുറത്തുവിടുമ്പോഴാണ് മലിനീകരണം സംഭവിക്കുന്നത്. The term pollution can refer to both artificial and natural materials that are created, consumed and discarded in an unsustainable manner. മലിനീകരണം എന്ന പദം കൃത്രിമവും പ്രകൃതിദത്തവുമായ വസ്തുക്കളെ സൂചിപ്പിക്കാൻ കഴിയും. അവ സുസ്ഥിരമല്ലാത്ത രീതിയിൽ സൃഷ്ടിക്കപ്പെടുകയും ഉപഭോഗം ചെയ്യുകയും ഉപേക്ഷിക്കുകയും ചെയ്യുന്നു. Air pollution, water pollution and land pollution are three major forms of environmental pollution. വായു മലിനീകരണം, ജലമലിനീകരണം, ഭൂമലിനീകരണം എന്നിവയാണ് പരിസ്ഥിതി മലിനീകരണത്തിന്റെ മൂന്ന് പ്രധാന രൂപങ്ങൾ. Pollution can also refer to excessive human activity such as light and noise pollution or to specific pollutants such as plastic or radioactive materials. പ്രകാശ ശബ്ദമലിനീകരണം പോലുള്ള അമിതമായ മനുഷ്യ പ്രവർത്തനങ്ങളെയും പ്ലാസ്റ്റിക് അല്ലെങ്കിൽ റേഡിയോ ആക്റ്റീവ് വസ്തുക്കൾ പോലുള്ള പ്രത്യേക മലിനീകരണ വസ്തുക്കളെയും മലിനീകരണം എന്ന് നമുക്ക് വിളിക്കാം. Air pollution release into the atmosphere of various gases, finely divided solids or finely dispersed liquid aerosols at rates that exceed the natural capacity of the environment to dissipate and dilute or absorb them. These substances may reach concentrations in the air that cause undesirable health, economic or aesthetic effects. വായുമലിനീകരണം വിവിധ വാതകങ്ങൾ അന്തരീക്ഷത്തിലേക്ക് പുറത്തുവിടൽ, നന്നായി വിഭജിക്കപ്പെട്ട ഖരവസ്തുക്കൾ അല്ലെങ്കിൽ നന്നായി ചിതറിക്കിടക്കുന്ന ദ്രാവക എയറോസോളുകൾ എന്നിവ പരിസ്ഥിതിയുടെ സ്വാഭാവിക ശേഷിയേക്കാൾ കൂടുതലായ നിരക്കിൽ അവയെ ചിതറിക്കിടക്കുകയോ നേർപ്പിക്കുകയോ ആഗിരണം ചെയ്യുകയോ ചെയ്യുന്നു. ഈ പദാർത്ഥങ്ങൾ വായുവിൽ സാന്ദ്രതയിലെത്തിയേക്കാം. ഇത് അഭികാമ്യമല്ലാത്ത ആരോഗ്യ, സാമ്പത്തിക അല്ലെങ്കിൽ സൗന്ദര്യാത്മക പ്രത്യാഘാതങ്ങൾക്ക് കാരണമാകും. വാട്ടർ പൊല്യൂഷൻ, the release of substances into subsurface groundwater or into lakes, streams, rivers, estuaries and oceans to the point that the substances interface with beneficial use of water or with the natural functioning of ecosystems. ജലമലിനീകരണം ഭൂഗർഭജലത്തിലേക്കോ തടാകങ്ങൾ, അരുവികൾ, നദികൾ, അഴിമുഖങ്ങൾ, സമുദ്രങ്ങൾ എന്നിവയിലേക്കോ ലഹരി വസ്തുക്കൾ തുറന്നുവിടുന്നത് ജലത്തിന്റെ പ്രയോജനകരമായ ഉപയോഗത്തിനോ ആവാസ വ്യവസ്ഥയുടെ സ്വാഭാവിക പ്രവർത്തനത്തിനോ തടസ്സം സൃഷ്ടിക്കും. In addition to the release of substances such as chemicals, trash or microorganisms, water pollution may include the release of energy in the form of radioactivity or heat into bodies of water. രാസവസ്തുക്കൾ, മാലിന്യങ്ങൾ, സൂക്ഷ്മാണുക്കൾ തുടങ്ങിയ പദാർത്ഥങ്ങൾ പുറത്തുവിടുന്നതിനു പുറമെ ജലാശയങ്ങളിലേക്ക് വികിരണ പ്രവർത്തനത്തിന്റെയോ താപത്തിന്റെയോ രൂപത്തിൽ ഊർജം പുറത്തുവിടുന്നതും ജലമലിനീകരണത്തിൽ ഉൾപ്പെടുത്താം. Land pollution, the deposition of solid or liquid waste materials on land or underground in a manner that can contaminate the soil, groundwater,
threaten public health and cause unsightly conditions and nuisance. ഭൂമലിനീകരണം മണ്ണിനെയും ഭൂഗർഭജലത്തെയും മലിനമാക്കുന്നതും പൊതുജനാരോഗ്യത്തിന് ഭീഷണിയാകുന്നതും വൃത്തികെട്ട സാഹചര്യങ്ങളും ശല്യങ്ങളും ഉണ്ടാക്കുന്നതുമായ രീതിയിൽ ഖരദ്രാവക മാലിന്യങ്ങൾ കരയിലേക്കോ ഭൂഗർഭത്തിലേക്കോ നിക്ഷേപിക്കുന്നത് ഇതിനൊക്കെ കാരണമാകും. ആസിഡ് precipitation or rain. ആസിഡ് മഴ എന്നാണ് അതിന് നമ്മൾ പറയുക. Acid rain, as the name suggests, can be said as the precipitation of acid in the form of rain in the simplest manner. പേര് നമ്മൾ സൂചിപ്പിക്കുന്ന പോലെ തന്നെ ഏറ്റവും ലളിതമായ രീതിയിൽ മഴയുടെ രൂപത്തിൽ ആസിഡിന്റെ അവശിഷ്ടം ഭൂമിയിൽ അവശേഷിക്കുന്നതിനാണ് നമ്മൾ ആസിഡ് മഴ എന്ന് വിളിക്കുന്നത്. അന്തരീക്ഷത്തിലെ when atmospheric pollutants like oxides of nitrogen and sulfur react with rainwater and come down with the rain, then this results in acid rain. അന്തരീക്ഷത്തിലെ മാലിന്യങ്ങളായ നൈട്രജൻ, സൾഫർ ഓക്സൈഡുകൾ മഴവെള്ളവുമായി പ്രതിപ്രവർത്തിച്ച് മഴയോടൊപ്പം താഴേക്ക് പതിക്കുമ്പോഴാണ് ആസിഡ് മഴ ഉണ്ടാകുന്നത്. Acid rain is made up of highly acidic water droplets due to air emissions, most specifically the disproportionate levels of sulfur and nitrogen emitted by vehicles and manufacturing process. വാഹനങ്ങളും നിർമ്മാണ പ്രക്രിയകളും പുറന്തള്ളുന്ന സൾഫറിന്റെയും നൈട്രജന്റെയും അനുപാതമില്ലാത്ത അളവ് മൂലം വായുവിൽ നിന്ന് ഉദ്വമനം ഉണ്ടാകുന്ന ഉയർന്ന ആസിഡിറ്റി ജലത്തുള്ളികൾ ചേർന്നതാണ് ആസിഡ് മഴ. It is often called acid rain as this concept contrasts many types of acid precipitation. ഇതിൽ അമ്ലമഴ അടങ്ങിയിരിക്കുന്നതിനാൽ ഇതിനെ നമ്മൾ പലപ്പോഴും ആസിഡ് മഴ എന്ന് വിളിക്കുന്നു. The acid deposition takes place in two ways, wet and dry. Wet deposition is any form of precipitation which removes acid from the atmosphere and places them on the surface of the earth. അമ്ല നിക്ഷേപം രണ്ട് തരത്തിലാണ് സംഭവിക്കുന്നത്, നനഞ്ഞതും വരണ്ടതും. അന്തരീക്ഷത്തിൽ നിന്ന് ആസിഡുകൾ നീക്കം ചെയ്ത് ഭൂമിയുടെ ഉപരിതലത്തിൽ നിക്ഷേപിക്കുന്ന ഏത് തരത്തിലുള്ള അവശിഷ്ടവുമാണ് നനഞ്ഞ നിക്ഷേപം. In the absence of precipitation, dry deposition of polluting particles and gas sticks to the ground through dust and smoke. മഴയുടെ അഭാവത്തിൽ മലിനമാകുന്ന കണികകളുടെയും വാതകങ്ങളുടെയും വരണ്ട നിക്ഷേപം പൊടിയിലൂടെയും പുകയിലൂടെയും നിലത്ത് പറ്റിപ്പിടിക്കും. അതാണ് വരണ്ട നിക്ഷേപം. The causes of acid rain are sulfur and nitrogen particles which get mixed with the wet components of rain. മഴയുടെ നനഞ്ഞ ഘടകങ്ങളുമായി കൂടിച്ചേരുന്ന സൾഫർ, നൈട്രജൻ കണികകളാണ് ആസിഡ് മഴയ്ക്ക് കാരണം. Sulfur and nitrogen particles which get mixed with water are found in two ways, either man-made as the emissions that are given out from industries or by natural causes like lightning strike in the atmosphere releasing nitrogen oxides and volcanic eruptions releasing sulfur oxide. വെള്ളത്തിൽ കലരുന്ന സൾഫർ, നൈട്രജൻ കണികകൾ രണ്ട് തരത്തിൽ കാണപ്പെടുന്നു. ഒന്നുകിൽ മനുഷ്യനിർമ്മിതമായ വ്യവസായങ്ങളിൽ നിന്ന് പുറത്തു വരുന്ന ഉദ്വമനം, അല്ലെങ്കിൽ അന്തരീക്ഷത്തിൽ നിന്ന് മിന്നലാക്രമണം, നൈട്രജൻ ഓക്സൈഡുകൾ പുറത്തുവിടൽ, അഗ്നിപർവ്വത സ്ഫോടനങ്ങൾ എന്നിവ പോലുള്ള പ്രകൃതിദത്ത കാരണങ്ങൾ സൾഫർ ഓക്സൈഡ് പുറത്തുവിടൽ. അപ്പോൾ പൊല്യൂഷൻ എല്ലാവർക്കും മനസ്സിലായോ? ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ. എന്താണ് നമ്മൾ മലിനീകരണം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? അറിയില്ല, ഞാൻ പറയാം.
ആർക്കും അറിയില്ല? ഏതെങ്കിലും പദാർത്ഥമോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ഊർജമോ സുരക്ഷിതമായി സംഭരിക്കാനോ വിതരണം ചെയ്യാനോ നമുക്ക് കഴിയുന്നതിനേക്കാൾ വേഗത്തിൽ പരിസ്ഥിതിയിലേക്ക് പുറത്തു വിടുമ്പോഴാണ് ഇവിടെ നമ്മളെ മലിനീകരണം സംഭവിക്കുന്നത്. ഭൂമലിനീകരണത്തിന്റെ പരിസ്ഥിതി മലിനീകരണത്തിന്റെ 3 പ്രധാന രൂപങ്ങൾ പറഞ്ഞിരുന്നു. അത് ഏതൊക്കെയാണ്? എയർ പൊല്യൂഷൻ, വാട്ടർ പൊല്യൂഷൻ, ലാൻഡ് പൊല്യൂഷൻ. ഓക്കെ. എന്താണ് ആസിഡ് റെയിൻ എന്ന് പറയുന്നത്? When atmospheric pollutants like oxides of nitrogen and sulfur react with the rainwater and comes down with rain, it causes acid. Okay, ma'am. Okay. നെക്സ്റ്റ് ടോപ്പിക് ഞാൻ തന്നെയാണ്, ടോക്സിക് വേസ്റ്റ് ഡിസ്പോസൽ. ടോക്സിക് വേസ്റ്റ് ഡിസ്പോസൽ വിഷമാലിന്യങ്ങൾ നിർമ്മാർജ്ജനം ചെയ്യൽ എന്നാണ് ടോക്സിക് വേസ്റ്റ് ഡിസ്പോസൽ എന്ന് പറയുന്നതിന്റെ അർത്ഥം. Toxic waste disposal involves safety managing and eliminating hazardous materials to minimize environmental and health risk. പാരിസ്ഥിതികവും ആരോഗ്യപരവുമായ അപകട സാധ്യതകൾ കുറയ്ക്കുന്നതിന് അപകടകരമായ വസ്തുക്കൾ സുരക്ഷിതമായി നമ്മൾ കൈകാര്യം ചെയ്യുന്നതും ഇല്ലാതാക്കുന്നതും വിഷമാലിന്യ നിർമ്മാർജ്ജനത്തിൽ ഉൾപ്പെടുന്നു. Methods includes specialized landfills, incineration and bioremediation with regulations and safety protocols to prevent leaks and contamination. ചോർച്ചയും മലിനീകരണവും തടയുന്നതിനുള്ള നിയന്ത്രണങ്ങളും സുരക്ഷാ പ്രോട്ടോക്കോളുകളും ഉൾക്കൊള്ളുന്ന പ്രത്യേക ലാൻഡ് ഫില്ലുകൾ, ഇൻസിനറേഷൻ, ബയോറെമഡിയേഷൻ എന്നിവ ഈ രീതികളിൽ ഉൾപ്പെടുന്നു. Hazardous waste disposal is heavily regulated to ensure safe handling, treatment, storage and disposal. സുരക്ഷിതമായ കൈകാര്യം ചെയ്യൽ, സംസ്കരണം, സംഭരണം, നിർമ്മാർജ്ജനം എന്നിവ ഉറപ്പാക്കാൻ അപകടകരമായ മാലിന്യ നിർമ്മാർജ്ജനം കർശനമായി നിയന്ത്രിക്കപ്പെടുന്നു. Laws and regulations aim to prevent illegal dumping and ensure proper management of toxic waste, including transportation, storage and treatment. Violation of hazardous waste laws can lead to significant fines or even jail time. നിയമവിരുദ്ധമായ മാലിന്യ നിക്ഷേപം തടയുന്നതിനും ഗതാഗതം, സംഭരണം, സംസ്കരണം എന്നിവയുൾപ്പെടെയുള്ള വിഷമാലിന്യങ്ങളുടെ ശരിയായ മാനേജ്മെന്റ് ഉറപ്പാക്കുന്നതിനും നിയമങ്ങളും ചട്ടങ്ങളും നമ്മൾ ലക്ഷ്യമിടുന്നു. അപകടകരമായ മാലിന്യ നിയമങ്ങൾ ലംഘിക്കുന്നത് മൂലം ഗണ്യമായ പിഴയോ ജയിൽ ശിക്ഷയോ വരെ ലഭിക്കാൻ ഇടയാകും. റിസോഴ്സ് ഡിപ്ലഷൻ, വിഭവശോഷണം. Resource depletion occurs when a natural resource is consumed faster than it can be replenished. ഒരു പ്രകൃതി വിഭവം വീണ്ടും നിറക്കാൻ കഴിയുന്നതിനേക്കാൾ വേഗത്തിൽ ഉപഭോഗം ചെയ്യപ്പെടുമ്പോഴാണ് വിഭവക്ഷയം സംഭവിക്കുന്നത്. The value of a resource depends on its availability in nature and the cost of extracting it. ഒരു വിഭവത്തിന്റെ മൂല്യം അതിന്റെ പ്രകൃതിയിലെ ലഭ്യതയെയും അത് വേർതിരിച്ചെടുക്കുന്നതിനുള്ള ചെലവിനെയും ആശ്രയിച്ചിരിക്കുന്നു. By the law of supply and demand, the scarcer the resource, the more valuable it becomes. വിതരണത്തിന്റെയും ആവശ്യത്തിന്റെയും നിയമം അനുസരിച്ച് വിഭവം ദുർബലമാകുന്തോറും അത് കൂടുതൽ മൂല്യവത്താകുന്നു. ഓവർ കൺസപ്ഷൻ, അമിത ഉപഭോഗം. അമിതമായ മാലിന്യ നിർമ്മാർജ്ജനം, സുസ്ഥിരമല്ലാത്ത രീതികൾ, അമിത ജനസംഖ്യ എന്നിവ പോലുള്ള മനുഷ്യ പ്രവർത്തനങ്ങൾ വിഭവങ്ങളുടെ നഷ്ടത്തിന് കാരണമാകുന്നു. റേറ്റ് ഓഫ് കൺസപ്ഷൻ, ഉപഭോഗ നിരക്ക്. വിഭവങ്ങൾ ഉപഭോഗം ചെയ്യുന്നതിന്റെ നിരക്ക് അവ സ്വാഭാവികമായി നികത്താൻ കഴിയുന്ന നിരക്കിനേക്കാൾ കൂടുതലാണെങ്കിൽ ശോഷണം സംഭവിക്കുന്നു. റിന്യൂവബിൾ ആൻഡ് നോൺ റിന്യൂവബിൾ റിസോഴ്സസ്, പുതുക്കാവുന്നതും പുതുക്കാനാവാത്തതുമായ വിഭവങ്ങൾ. Both renewable resources
like forest and water, and non-renewable resources like fossil fuels and minerals can be depleted. പുനരുപയോഗിക്കാവുന്ന വിഭവങ്ങൾ, അതായത് വനങ്ങള്, വെള്ളം പോലുള്ളവ ഒക്കെ പുനരുപയോഗിക്കാവുന്ന വിഭവങ്ങളാണ്. പുനരുപയോഗിക്കാനാവാത്ത വിഭവങ്ങളാണ് ഫോസിൽ ഇന്ധനങ്ങൾ, ധാതുക്കൾ പോലുള്ളവ. ഇതൊക്കെ കുറയാൻ സാധ്യതയുണ്ട്. കോൺസിക്വൻസസ്, അനന്തരഫലങ്ങൾ. ജൈവവൈവിധ്യം കുറയുന്നത് പരിസ്ഥിതി തകർച്ചയ്ക്കും സാമ്പത്തിക അസ്ഥിരതയ്ക്കും സാമൂഹിക വെല്ലുവിളികൾക്കും കാരണമാകും. എക്സാമ്പിൾസ്: ഡിപ്ലഷൻ ഓഫ് ഗ്രൗണ്ട് വാട്ടർ, ഭൂഗർഭജലത്തിന്റെ ശോഷണം. ബയോളജിക്കൽ ഡൈവേഴ്സിറ്റി, ജൈവ വൈവിധ്യം. ജനറ്റിക് വാരിയബിലിറ്റി, ജനിതക വ്യതിയാനം. ഓഷ്യൻ ആൻഡ് ബെഡ് റിസോഴ്സസ്, ഓഷ്യൻ ബെഡ് വിഭവങ്ങൾ. എനർജി ക്രൈസിസ്, ഊർജ പ്രതിസന്ധി. An energy crisis is a situation where there is a significant shortfall in the supply of energy resources to meet demand, leading to disruptions in daily life, economic activity, and potentially impacting natural security. ഊർജ പ്രതിസന്ധി എന്നത് ആവശ്യകത നിറവേറ്റുന്നതിനാവശ്യമായ ഊർജ സ്രോതസ്സുകളുടെ വിതരണത്തിൽ ഗണ്യമായ കുറവുണ്ടാകുന്ന സാഹചര്യമാണ്. ഇത് നമ്മളെ ദൈനംദിന ജീവിതത്തിലും സാമ്പത്തിക പ്രവർത്തനങ്ങളിലും തടസ്സങ്ങൾ സൃഷ്ടിക്കും. This shortage can manifest as insufficient electricity, heating fuel, or other energy sources. വൈദ്യുതിയുടെ അഭാവം, ചൂടാക്കൽ ഇന്ധനം അല്ലെങ്കിൽ മറ്റ് ഊർജ സ്രോതസ്സുകളുടെ അഭാവം എന്നിവയാൽ ഈ ക്ഷാമം പ്രകടമാകാം. കോസ് ഓഫ് എനർജി ക്രൈസിസ്, ഊർജ പ്രതിസന്ധിയുടെ കാരണങ്ങൾ. റിസോഴ്സ് ഡിപ്ലഷൻ, വിഭവശോഷണം. ഓവർ റിലയൻസ് ഓൺ finite fossil fuel and eventual depletion of these resources can contribute to long-term supply issues. പരിമിതമായ ഫോസിൽ ഇന്ധനങ്ങളെ അമിതമായി ആശ്രയിക്കുന്നതും ഈ വിഭവങ്ങളുടെ ആത്യന്തികമായ ശോഷണവും ദീർഘകാല വിതരണ പ്രശ്നങ്ങൾക്ക് കാരണമാകും. സപ്ലൈ ചെയിൻ ഡിസ്റപ്ഷൻസ്, വിഭവ ശൃംഖല തടസ്സങ്ങൾ. Events like natural disasters, geopolitical conflicts, example, the war in Ukraine, or infrastructure failures can interrupt in energy supply chains. പ്രകൃതി ദുരന്തങ്ങൾ, രാഷ്ട്രീയ സംഘർഷങ്ങൾ, അടിസ്ഥാന സൗകര്യ പരാജയങ്ങൾ തുടങ്ങിയവ സംഭവങ്ങൾ ഊർജ വിതരണ ശൃംഖലയെ തടസ്സപ്പെടുത്തിയേക്കാം. ഇൻക്രീസ്ഡ് ഡിമാൻഡ്, വർദ്ധിച്ച ആവശ്യം. Rapid pollution growth, industrialization, and economic development can outpace the capacity to produce or import sufficient energy. ദ്രുതഗതിയിലുള്ള ജനസംഖ്യാ വളർച്ച, വ്യവസായവൽക്കരണം, സാമ്പത്തിക വികസനം എന്നിവ ഊർജ ഉൽപ്പാദിപ്പിക്കുന്നതിനോ ഇറക്കുമതി ചെയ്യുന്നതിനോ ഉള്ള ശേഷിയെ മറികടക്കും. ജിയോപൊളിറ്റിക്കൽ ഫാക്ടേഴ്സ്, ജിയോപൊളിറ്റിക്കൽ ഘടകങ്ങൾ. ഊർജോൽപാദന മേഖലകളിലെ സംഘർഷങ്ങളും രാഷ്ട്രീയ അസ്ഥിരതയും ആഗോള ഊർജ വിപണികളെ തടസ്സപ്പെടുത്തും. ലാക്ക് ഓഫ് ഇൻവെസ്റ്റ്മെന്റ് ഇൻ റിന്യൂവബിൾ എനർജി സോഴ്സ്, ബദൽ ഊർജ സ്രോതസ്സുകളിലെ നിക്ഷേപത്തിന്റെ അഭാവം. Limited investment in renewable energy and efficiency can hinder the transition to a more sustainable energy system. പുനരുപയോഗ ഊർജത്തിലും ഊർജ കാര്യക്ഷമതയിലും പരിമിതമായ നിക്ഷേപം കൂടുതൽ സുസ്ഥിരമായ ഊർജ സംവിധാനത്തിലേക്കുള്ള പരിവർത്തനത്തിന് തടസ്സമാകും. Inefficient energy use, കാര്യക്ഷമമല്ലാത്ത ഊർജ ഉപയോഗം. Wastage of energy through inefficient technologies and practices can exacerbate shortages. കാര്യക്ഷമമല്ലാത്ത സാങ്കേതിക വിദ്യകളിലൂടെയും രീതികളിലൂടെയും ഊർജം പാഴാക്കുന്നത് ക്ഷാമം വർദ്ധിപ്പിക്കും. ഷഹാന ഒരു മിനിറ്റ് കേട്ടോ. ഓക്കെ, ഇത് വെച്ച് നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം. നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് ആരംഭിക്കാം കേട്ടോ. ഓക്കെ, ഇനി കുറെ ഉണ്ടോ നിങ്ങൾക്ക് എടുക്കാനായിട്ട്? എന്റെ ഈ ടോപ്പിക് കഴിഞ്ഞു. പിന്നെ അടുത്ത ആളാരാ? ഞാനാണ് സർ. രശ്മിയാണല്ലേ? രശ്മി നെക്സ്റ്റ് ക്ലാസ്സിൽ സ്റ്റാർട്ട് ചെയ്യാം. അതുപോലെ
നെക്സ്റ്റ് ഗ്രൂപ്പിന്റെ ഒരാളുണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞില്ലേ, അപ്പൊ അവരും പ്രിപ്പയർ ആയിട്ടിരിക്കുക കേട്ടോ. ഓക്കെ, ഇനി എന്റെ ക്ലാസ്സിലാണ് മിസ് വരാന്ന് അറിയില്ല, ചിലപ്പോ ലീവ് ആയെങ്കിലും മറ്റ് മിസ്സുമാരൊക്കെ ലീവ് ആവുമ്പോ ചിലപ്പോ കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പ്രിപ്പയർ ആയിട്ടിരിക്കുക കേട്ടോ, എടുക്കാനായിട്ട് തയ്യാറായിട്ട്. ഓക്കെ, സൈൻ ഔട്ട് പറയുമോ ആരെങ്കിലും? ആരാ സൈൻ ഔട്ട് പറയുന്നേ? ഞാൻ പറയാം. Today, ആരെങ്കിലും പറയാം മാം. പറഞ്ഞു. Today I got an opportunity to say sign out. First of all, I would like to say thanks, Midrose ma'am. As we come to the end of today's class session, I would like to thank you for your guidance and support throughout the lesson. Your explanation and examples help us understand. Before we go, I would like to remind everyone to review their notes, think about how I can apply. Thank you again, Midrose ma'am, for a great class session. For looking forward to the next one. Okay, all friends, let's hope for the best. ഓക്കെ, അപ്പോ ഇത്ര വരെ എടുത്തതില് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ ചോദിച്ച് മനസ്സിലാവും, ഡൗട്ട് ഒന്നും ഉണ്ടാവില്ലല്ലോ, ഒരു ക്ലാസ് ബുക്സ് തന്നെ ചോദിക്കുന്നുണ്ടായിരുന്നു ഡൗട്ട് ഉണ്ടോ എന്നുള്ളത്. പിന്നെ ഇത്ര വരെ എടുത്തത് നിങ്ങളുടെ വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് ഒന്ന് ഷെയർ ചെയ്യാം കേട്ടോ. അപ്പൊ അവർക്ക് നോട്ട് ചെയ്തെടുക്കാനുണ്ടെങ്കിൽ എഴുതിയെടുത്തോട്ടെ അവര്. ഓക്കെ ഓക്കെ, അപ്പൊ നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. താങ്ക് യു. Thank you, ma'am. Thank you, ma'am. Thank you, ma'am.